ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ കേൾവിക്കായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും കാതിനെയും നമുക്ക് സമർപ്പിക്കാം. നമുക്കൊരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിൻ്റെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. അവിടുന്ന് ഞങ്ങളോട് എന്താണ് എന്ന് സംസാരിക്കാനുള്ളത് അത് ഞങ്ങളെ ഇന്ന് കേൾപ്പിക്കണമേ. ഞങ്ങളത് ഏറ്റെടുത്ത് അതും പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അങ്ങയ്ക്ക് മഹത്വം കരയറ്റാൻ സഹായിക്കണം. സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും അങ്ങയ്ക്ക് മഹത്വം കരയറ്റാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഏവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അളവുകോൽ എന്താണ്? വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ജഡ്ജ്മെൻറ്റ്? ന്യായവിധിയുടെ അളവുകോൽ എന്താണ്, അഥവാ മാനദണ്ഡം എന്താണ്? ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. സഭാപ്രസംഗി 12:13. അതിങ്ങനെ വായിക്കുന്നു: എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. പ്രിയമുള്ളവരെ, അപ്പോൾ ന്യായവിധി ഉണ്ട് എന്ന് നമ്മൾ തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ന്യായവിധിയിൽ വിശുദ്ധന്മാർക്ക് അതിനെ അവരെങ്ങനെ സമീപിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കി. ന്യായവിധിയെ ദുഷ്ടന്മാർ എങ്ങനെ സമീപിക്കുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ന്യായവിധി എന്തു വെച്ചുകൊണ്ടാണ് ന്യായം വിധിക്കുന്നത്? അതിൻ്റെ അളവുകോൽ എന്താണ്? അതിൻ്റെ പാരാമീറ്റർ എന്താണ്? അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നും നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വചനം നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം വെച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പന വെച്ചുകൊണ്ടാണ് ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്. ആ കൽപ്പന പ്രകാരം നമ്മൾ ദൈവത്തെ അനുസരിച്ചോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്. അനേകർ ഇന്ന് പറയുന്നത് നമ്മൾ കൃപയുടെ യുഗത്തിലാണ്, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവാണെന്നും ദൈവമാണെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ മാത്രം മതി. പ്രിയമുള്ളവരെ, ലളിതമായൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവമാണെന്നും രക്ഷിതാവാണെന്നും ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ മതിയെങ്കിൽ, അങ്ങനൊരു വാക്യം മാത്രം മതിയെങ്കിൽ, എന്തിനാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ 66 പുസ്തകങ്ങൾ എഴുതി തന്നിരിക്കുന്നത്? 66 പുസ്തകം ഈ ഒരൊറ്റ കാര്യം വിശ്വസിക്കാനാണോ? അപ്പോൾ ആ ഒറ്റ കാര്യം മാത്രം വിശ്വസിക്കാനല്ല 66 പുസ്തകം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ 66 പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച്, ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ദൈവം ഇഷ്ടപ്പെടുന്നത് എന്താണെന്നും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും ദൈവം മനുഷ്യനെ ഇനി എന്താണ് അവൻ്റെ മേൽ ചെയ്യാൻ പോകുന്നതും മനുഷ്യന് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണെന്നും ഒക്കെ ഈ 66 പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ പോകുന്നതിന് ഒരളവുകോലുണ്ടാവും. നമ്മൾ എങ്ങനെ ജീവിച്ചു, എല്ലാവർക്കും പ്രതിഫലം ഒരുപോലെ കിട്ടാനാണെങ്കിൽ പിന്നെ ജീവിതത്തിന് എങ്ങനെ ജീവിച്ചാലും പ്രത്യേകതയൊന്നുമില്ലല്ലോ. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. നേരത്തെയും ഉണ്ടായിരുന്നവർക്ക് അങ്ങനെ പ്രതിഫലം കൊടുത്താൽ പോരായിരുന്നോ? അപ്പോൾ അങ്ങനെയല്ല. ദൈവം പ്രതിഫലം കൊടുക്കുന്നതിന് നല്ലതിനെയും തീയതിനെയും ശരിയും തെറ്റിനെയും വേർതിരിക്കുവാൻ ഒരു തീരുമാനം വെച്ചിട്ടുണ്ട്. അതിനൊരു അളവുകോൽ വെച്ചിട്ടുണ്ട്. എന്താണ് അളവുകോൽ? അതാണ് നമ്മൾ വായിച്ചത്. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദാറ്റ് ഈസ് ദ ഹോൾ ഡ്യൂട്ടി ഓഫ് എ മാൻ എന്നാണ്. സകല മനുഷ്യരുടെയും ഉത്തരവാദിത്വം എന്താണ്? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ഒരുപക്ഷെ
കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോകത്തിലെ അനേക ക്രിസ്ത്യാനികൾ പറയും, ഏത് കൽപ്പനയാണ് അനുസരിക്കേണ്ടത്, ഏത് കൽപ്പനയാണ് അനുസരിക്കേണ്ടത്? ഈ ന്യായപ്രമാണം എല്ലാം നീങ്ങിപ്പോയില്ലേ, അതിനെ ക്രൂശിൽ തറച്ച് മാറ്റിയില്ലേ എന്നൊക്കെ ഒരുപക്ഷെ ചോദിച്ചേക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുമെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുമെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഇഫ് യു ലവ് മീ യു കീപ് മൈ കമാൻഡ്മെൻറ്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ, ധൈര്യത്തോടെ അതിനെ സമീപിക്കുവാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ തികഞ്ഞ സ്നേഹത്തിൽ നിലനിൽക്കണം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടെ ആ ന്യായവിധിയെ കാണുവാനും സ്വാഗതം ചെയ്യുവാനും സ്വീകരിക്കാനും കഴിയത്തുള്ളൂ. മലാക്കിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. നോക്കിക്കേ, അനേകർ പറയുകയാണ് ന്യായവിധിയില്ല എന്ന്. ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പറയുന്നു, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്താ നമ്മൾ വായിച്ചത്? ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ആർക്കൊക്കെ വിരോധമായിരിക്കും എന്നാണ് പറയുന്നത്? ഞാൻ ക്ഷുദ്രക്കാർക്ക്, ഞാൻ വ്യഭിചാരികൾക്ക്, കള്ളസത്യം ചെയ്യുന്നവർക്ക്, കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്ക്, എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഞാൻ ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്താണ് ഈ സാക്ഷ്യമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ 10 കൽപ്പനയ്ക്ക് സാക്ഷ്യ പുസ്തകമെന്നും സാക്ഷ്യ പെട്ടകമെന്നും ഒക്കെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ആ 10 കൽപ്പനയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വിരോധമായി സാക്ഷ്യമായി നിൽക്കാൻ പോകുന്നത്. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാനല്ലാതെ അന്യദൈവം ഉണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, എൻ്റെ നാമം വൃഥ എടുക്കരുത്, ശബനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഒന്നും മോഹിക്കരുത് എന്നുള്ളതായ കൽപ്പനകൾ പറഞ്ഞിരിക്കുന്നത് അവിടെയാണ്. അതാണ് മാനദണ്ഡം. ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ കുറ്റക്കാരാണെങ്കിൽ നിശ്ചയമായും നമ്മൾക്ക് ധൈര്യത്തോടെ ഈ ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഭയത്തോടെ മാത്രമേ, ആശങ്കയോടെ മാത്രമേ ന്യായവിധിയെ കാണുകയുള്ളൂ. അത് സംഭവിക്കാതിരിക്കുവാൻ നമുക്കറിയാം, നമ്മൾക്ക് ഏതായാലും നമ്മൾ കുറ്റം വിധിക്കപ്പെടും. എന്നാൽ മറ്റുള്ളവരെയും അതിലേക്ക് വലിച്ചഴയ്ക്കുവാൻ നമ്മൾ തെറ്റ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. കൽപ്പനയൊന്നുമില്ല, അതൊക്കെ നീങ്ങിപ്പോയി, കൃപയുടെ കാലത്തിലാണ് നമ്മൾ വസിക്കുന്നത് എന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ പറയുന്നത്, തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? നിങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. പ്രിയമുള്ളവരെ, ഈ കൃപാസനം എവിടെയാണെന്നൊന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ സമാപന കൂടാരം, ഭൂമിയിലെ സമാഗമന കൂടാരം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം 3 ഭാഗങ്ങളുള്ളതായിട്ട് അറിയാം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഞാൻ അതിൻ്റെ എല്ലാ ഭാഗത്തിലേക്കുള്ള വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്നത് നിയമപെട്ടകം. നിയമപെട്ടകത്തിൻ്റെ അകത്ത് നിയമപുസ്തകം, അതിൻ്റെ മുകളിലാണ് കൃപാസനം ഇരിക്കുന്നത്. അപ്പോൾ കൃപാസനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മേഴ്സി സീറ്റ്, ദൈവത്തിൻ്റെ ഇരിപ്പിടം. അപ്പോൾ കൃപയുടെ ഇരിപ്പിടം. നമ്മൾ പറയുന്നു നമ്മൾ കൃപായുഗത്തിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ ആ സീറ്റ്, മേഴ്സി സീറ്റ്, കൃപയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഈ 10 കൽപ്പനയുടെ മുകളിലാണ്. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയാണ്, ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലണം. ആർക്ക് മാത്രമേ ധൈര്യത്തോടെ ചെല്ലാൻ പറ്റത്തുള്ളൂ? നമ്മൾ 1 യോഹന്നാനിൽ വായിച്ചു, ദൈവം ജീവിച്ചതുപോലെ, ക്രിസ്തു ജീവിച്ചതുപോലെ, ക്രിസ്തു നമുക്ക് തന്ന മാതൃക അനുവർത്തിക്കുന്നവർക്ക് മാത്രമേ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 10 കൽപ്പനയുടെ
മുകളിലൂടെ 10 കൽപ്പനയിലൂടെ മാത്രമേ നമുക്ക് കൃപാസനത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ 10 കൽപ്പന അനുസരിക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് കൃപയ്ക്കായി അപേക്ഷിക്കാൻ ധൈര്യമുണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് അങ്ങനെ ധൈര്യത്തോടെ അപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് തക്ക സമയത്ത് കൃപ ലഭിക്കുന്നത്, കരുണ ലഭിക്കുന്നത്, ദയ ലഭിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ മലാക്കിയുടെ പുസ്തകത്തിൽ വായിച്ചു, എന്താണ്? ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും, ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും. 10 കൽപ്പനയിൽ നമ്മൾ കണ്ടു, വ്യഭിചാരം ചെയ്യരുത്, കള്ളസത്യം ചെയ്യുന്നവർ കള്ളസാക്ഷ്യം പറയരുത്, കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഞാനൊരു ശീഘ്ര സാക്ഷിയായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം, ഇത് പഴയ നിയമത്തിലല്ലേ, അത് കഴിഞ്ഞു പോയതാണ്, നമ്മൾ പുതിയ യുഗത്തിലാണ്, പുതിയ നിയമത്തിലാണ് വസിക്കുന്നത്, അതുകൊണ്ട് പുതിയ നിയമം. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് തന്നെ പറഞ്ഞ വാക്കാ. ഇതിനെ ഇനിയും നിഷേധിക്കാൻ കഴിയുമോ? കർത്താവ് പറയുകയാണ്, ഒരുപക്ഷെ നിങ്ങൾ പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ട് പഴയ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യായവിധി ഇല്ലെന്ന് പറയാം. പക്ഷെ കർത്താവ് പറയുന്നു, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ, അപ്പോൾ ഒരു ന്യായവിധി ദിവസമുണ്ട്, ന്യായവിസ്താരമുണ്ട് എന്ന് വളരെ വ്യക്തമായി അവിടെയും പറയുന്നു. ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഈ വചനം നമ്മളെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അനേകർ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് ലോകത്തിലുണ്ട്. അതാണല്ലോ നമ്മൾ പറയുന്നത്, എന്താണ്? ദൈവമുണ്ടെന്ന് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞാൽ മതി, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെയും എൻ്റെ ലളിതമായ ചോദ്യം, ആ ഒരൊറ്റ വാക്യത്തിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമാണോ ഈ 66 പുസ്തകം തന്നിരിക്കുന്നത്? ആ ഒറ്റ വാക്യം മാത്രം തന്നാൽ പോരായിരുന്നു? അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും 3-4 വാക്യം കൂടെ തന്നാൽ പോരായിരുന്നോ? ഒരു പുസ്തകം പോരായിരുന്നു? എന്തിന് 66 പുസ്തകം? പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം ഏകൻ തന്നെ എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറയുകയാണ്. ഞങ്ങൾ ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു. ചോദ്യമാണ്, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു? കൊള്ളാം, നല്ല കാര്യമാണ്, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത് നല്ല കാര്യമാണ്. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങൾ മാത്രമല്ല, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ ആ വാക്യം എടുത്ത് പറയാണ്, പിശാചുക്കൾ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി അധിക കാര്യം ചെയ്യുക. എന്താ പറയുന്നത്? വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ നാമത്തിങ്കിൽ അവർ വിറയ്ക്കുകയും ചെയ്യുന്നു, വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് ആ വാക്യം പറയുന്നത്. പ്രിയമുള്ളവരെ, അനേകർ പറയും, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസം മാത്രം മതി, അത് ഞങ്ങൾക്ക് രക്ഷയ്ക്ക് കണക്കിടും. നിശ്ചയമായിട്ടും രക്ഷ നമുക്ക് വിശ്വാസത്താൽ ലഭ്യമായതാണ്, അത് നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്, അതിനൊന്നും യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ വചനം പറയുന്നത് എന്താണ്? നിങ്ങൾ വിശ്വസിക്കുന്നു, സത്യം, അത് നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ മാത്രമല്ല വിശ്വസിക്കുന്നത്, പിശാച് വിശ്വസിക്കുന്നു. പിശാച് വിശ്വസിക്കുക മാത്രമല്ല, വിറയ്ക്കുക കൂടി ചെയ്യുന്നു. നിങ്ങളെക്കാളിലും ഒരു പടി മുമ്പിലാണ് പിശാച് എന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ അതിൻ്റെ അടുത്ത വാക്യം, താഴോട്ടുള്ള അടുത്ത വാക്യം പറയുന്നതാണ്, അടുത്ത വാക്യം അഭിസംബോധന ചെയ്യുന്നത്, മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്നത്, ഇങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യനോട്, ഇങ്ങനെ വിശ്വാസം മതി എന്ന് പറയുന്ന മനുഷ്യനോട് യാക്കോബ് അപ്പോസ്തലൻ അവനെ അഭിസംബോധന ചെയ്യുന്ന വാക്യം എന്ന പദം നമ്മളൊന്ന് പരിശോധിക്കണം. എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? വ്യർത്ഥ മനുഷ്യ, വ്യർത്ഥ മനുഷ്യ, വ്യർത്ഥ മനുഷ്യ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് വ്യർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? വിഡ്ഢി അല്ലേ? വ്യർത്ഥ മനുഷ്യ, വിഡ്ഢിയായ മനുഷ്യ. എന്താ ചോദിച്ചത്? അടുത്ത ചോദ്യം എന്താണ്? പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? എന്താണ് പറഞ്ഞത്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. എന്താണ് ഈ പ്രവൃത്തിയും വിശ്വാസവും? നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മുടെ ദൈവമാണ്, നമ്മുടെ സൃഷ്ടിതാവാണ്, നമ്മുടെ രക്ഷിതാവാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്, തൻ്റെ ജീവൻ നൽകി വിലയ്ക്ക് വാങ്ങിയതാണ് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പാപികളായിരുന്നു, നമ്മുടെ പാപം നീക്കി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇനിയും പാപം ചെയ്യാതിരിക്കണ്ടേ? അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ നമ്മളെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത്, പാപം എന്താണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? കൽപ്പനയാണ്. കൽപ്പന ഇല്ലെങ്കിൽ എന്തില്ല? പാപമില്ല. പാപമില്ലെങ്കിൽ എന്തില്ല? ന്യായവിധിയുമില്ല. അപ്പോൾ കൽപ്പനയുണ്ട്, പാപമുണ്ട്, പാപമുണ്ട്, കൽപ്പനയുണ്ട്, അതുകൊണ്ട് തന്നെ ന്യായവിധിയുമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ?
അപ്പോൾ നിൻ്റെ വിശ്വാസം അനുസരണത്തിലേക്ക് നീ കൊണ്ടുവരുന്നില്ലെങ്കിൽ, നീ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കാൻ നീ താല്പര്യമെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിൻ്റെ വിശ്വാസം എന്താണ്? വ്യർത്ഥമാണ്, ഒരു പ്രയോജനവുമില്ലാത്തതാണ്. ആ വിശ്വാസത്തിൽ നിൻ്റെ വിശ്വാസം വ്യർത്ഥമാണ്, നീയും വ്യർത്ഥമായി പോകും എന്ന് ആ വചനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് നമ്മോട് ചോദിക്കുകയാണ്, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെടുന്നത്? ചോദ്യം എന്താ നോക്കിക്കുക പ്രിയമുള്ളവരെ. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, വിശ്വാസം എന്തിനാലാണ് നമ്മൾ കാണിക്കേണ്ടത്? എനിക്ക് വിശ്വാസമുണ്ടെന്ന് നമ്മൾ തെളിയിക്കേണ്ടത് എന്തിനാലാണ്? നമ്മുടെ പ്രവൃത്തിയാലാണ്. എന്താണ് പ്രവൃത്തി? അബ്രഹാം എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? ദൈവം പറഞ്ഞു, അബ്രഹാം അനുസരിച്ചു. അതാണ് അബ്രഹാമിൻ്റെ പ്രവൃത്തി. ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു, അബ്രഹാം അത് ചെയ്തു. അതാണ് അബ്രഹാമിൻ്റെ പ്രവൃത്തി. അല്ല അബ്രഹാം വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് രക്ഷ നേടാനല്ല പോയത്. ദൈവം എന്താണോ ആവശ്യപ്പെട്ടത് അത് അബ്രഹാം ചെയ്തു. അബ്രഹാമിന് ഏറ്റവും വിലപ്പെട്ടത്, അബ്രഹാം അങ്ങേയറ്റം സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ മകനെ നൽകുവാനാണ് ദൈവം ആവശ്യപ്പെട്ടത്. അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ, അത് പൂർണ്ണമായി അനുസരിക്കുവാൻ അബ്രഹാം തയ്യാറായി. അങ്ങനെ അബ്രഹാമിൻ്റെ അനുസരണം, നമ്മൾ ആ വാക്യത്തെ ഒന്ന് തിരുത്തി വായിച്ചാൽ, നമ്മളൊന്നിനെ മാറ്റി വായിച്ചാൽ എന്താണ് ആ വാക്യം പറയുന്നത്? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായി ഇസാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് അനുസരണത്താലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയില്ലേ? പ്രവൃത്തിയാൽ എന്നത് അനുസരണത്താലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അങ്ങനെയെങ്കിൽ നമ്മൾ പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞിരിക്കുന്നത് അനുസരിക്കണം. നമ്മൾ മുമ്പേ ശലോമോൻ്റെ വാക്യത്തിൽ കണ്ടു, എന്താണ്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ഈ 10 കൽപ്പനയുടെ സാരം എന്താണെന്ന് കർത്താവ് യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനോട് ചോദിച്ച ചോദ്യത്തിൽ ഏതാണ് ഏറ്റവും വലിയ കൽപ്പനയെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. ഇതാകുന്നു ഒന്നാമത്തേത് വലിയതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം എന്താണ്? നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനയിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഉൾക്കൊള്ളുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. നോക്കണം, അപ്പോൾ എല്ലാറ്റിൻ്റെയും സാരം, 10 കൽപ്പനയുടെ സാരം കേൾക്കുക. എന്താണ്? ദ സമ്മറി ഓഫ് ദി 10 കമാൻഡ്മെൻറ്റ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇതാണ് അതിൻ്റെ സമ്മറി. ശലോമോൻ പറയുകയാണ്, ആ സാരം കേൾക്കുക, അതിൻ്റെ സമ്മറി കേൾക്കുക, ആ സമ്മറി അനുസരിക്കുക, അത് വിശ്വസിക്കുക, അതനുസരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിൻ്റെ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കും, പ്രമോദിക്കും എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ നിനക്ക് വേണ്ടി ദൈവം എന്തു ചെയ്യും? നിന്നെ കുറ്റവിമുക്തനാക്കി തരും ന്യായവിസ്താര സഭയിൽ. നീ അപ്പോൾ ആ ന്യായവിധിയെക്കുറിച്ച് നിനക്ക് സന്തോഷിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അളവുകോൽ എന്താണ്? ദൈവത്തിൻ്റെ 10 കൽപ്പന. അതെന്താണ്? അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ അളവുകോലാണ്. സ്നേഹമാണ് അതിൻ്റെ അളവുകോൽ. 10 കൽപ്പന എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവം തൻ്റെ മക്കൾ തെറ്റ് ചെയ്യാതിരിക്കുവാൻ, ദൈവം തൻ്റെ മക്കൾ നശിച്ചു പോകാതിരിക്കുവാൻ, അവരെ നേർവഴിക്ക് നടത്തുവാൻ ദൈവം നൽകിയിരിക്കുന്നത് നിർദ്ദേശങ്ങളാണ് 10 കൽപ്പന. അത് സ്നേഹത്തിൽ നിന്ന് നൽകിയതാണ്. അതിനെ വേണ്ടെന്ന് പറയുവാൻ, അത് മാറിപ്പോയെന്നും അതില്ലെന്നും പറയുന്നവൻ ഈ ന്യായവിധിയെ ഭയപ്പെടുന്നത് കൊണ്ടാണ്, ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നത്, നല്ല വൃക്ഷത്തിന് ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല വൃക്ഷം എപ്പോഴും എന്തു ചെയ്യും? നല്ല ഫലം തന്നെ കായ്ച്ചുകൊണ്ടിരിക്കും. അതിന് ആകാത്ത ഫലം കായ്ക്കാൻ കഴിയുകയില്ല. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നത്, പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപം അധർമ്മം തന്നെ. വേറൊരുത്തിൽ പറഞ്ഞാൽ കൽപ്പന ലംഘനമാണ് പാപം. ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ ഈസ് സിൻ. കൽപ്പന ലംഘനമാണ് പാപം. നമ്മൾ എന്താണ് കണ്ടത്? പാപമാണ് നമ്മളെ എവിടെ എത്തിക്കുന്നത്? പാപം നമ്മളെ നാശത്തിലെത്തിക്കും. ന്യായവിസ്താര സഭയിൽ നമ്മൾ പാപം ചെയ്തതുകൊണ്ടാണ് നമ്മളെ ദുഷ്ടന്മാരായിട്ട് എണ്ണുന്നതും ദുഷ്ടന്മാർക്ക് ലഭിക്കുന്നതായ ന്യായവിധി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ദുഷ്ടന്മാർക്ക് ന്യായവിധിയെ പേടി. എന്നാൽ എന്താണ് അതിൻ്റെ അളവുകോലം? നമ്മളിപ്പോൾ കണ്ടു. പാപത്തെ നിർണ്ണയിക്കുന്ന അളവുകോൽ കൽപ്പനയാണ്. അപ്പോൾ ആരാണ് ദുഷ്ടൻ? കൽപ്പന ലംഘിക്കുന്നവനാണ്, പാപം ചെയ്യുന്നവൻ.
കൽപ്പന ലംഘിക്കുന്നവൻ. അപ്പോൾ കൽപ്പനയാണ് അതിൻ്റെ അളവുകോൽ. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 3-4 വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. നാം ദൈവത്തെ അറിയുന്നുവെങ്കിൽ, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നെങ്കിൽ എങ്ങനെ അറിയാമെന്നാണ് പറഞ്ഞത്? അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയാണ്, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. 1 യോഹന്നാൻ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം എന്താണ്? അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അവൻ പറയുന്നത് കള്ളമാണ്, അവൻ കള്ളനാണ്, സത്യം അവനിലില്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം: അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ഇത്രയും കാര്യം മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നേക്കാം, നമ്മൾക്ക് മുമ്പേ കടന്നു പോയവർ, നമ്മുടെ പൂർവികന്മാർ ഒരു പക്ഷേ ഇത് മനസ്സിലാക്കാതെ കടന്നുപോയില്ലേ? അവർ ഈ ദൈവകൽപ്പന അനുസരിക്കാതെ പോയവരായിരിക്കില്ലേ? പക്ഷെ ദൈവം എന്താ പറഞ്ഞത്? അറിയായ്മയുടെ കാലങ്ങളെ, അവർക്ക് ലഭ്യമായിരുന്ന സത്യത്തിൽ, അവർക്ക് ലഭിച്ച വെളിച്ചത്തിൽ അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവരെ കണക്കിടാൻ പോകുന്നത്. അല്ലാതെ അവരെ അറിയാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരെ കണക്കിടാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിവായതിനു ശേഷം നമ്മൾ അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ നമ്മളെ ഇത് വെച്ചുകൊണ്ടാണ് അളക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അറിയായ്മയുടെ കാലങ്ങളെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട. അതെല്ലാം ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം ഇപ്പോൾ ആഗ്രഹിക്കുന്ന എന്താണ്? എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ഇതുവരെ ഉണ്ടായിരുന്നതായ നമ്മുടെ തെറ്റായ ചിന്തകൾ, നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ ഒക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തിന് മുമ്പാകെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ക്ഷമ പ്രാപിച്ച് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ഒരു പുതുക്കം പ്രാപിച്ച് ഒരു പുതിയ സൃഷ്ടിയായി യഥാർത്ഥ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നവരെ ജീവിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും നമുക്ക് ദൈവ സമയം അനുവദിച്ച് നീട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഇങ്ങനെ നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ അനേകർ കൽപ്പന മാറിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടാകാം. അതിൻ്റെ കാരണം ഈ 4-ാമത്തെ കൽപ്പന അവർക്കനുസരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. 10 കൽപ്പനയും മാറിപ്പോയെന്ന് അവരൊരിക്കലും പറയത്തില്ല. കാരണം കുല ചെയ്യുന്നത് ഇന്നും തെറ്റാണ്, പാപമാണ്. വ്യഭിചാരം ചെയ്യുന്നത് ഇന്നും തെറ്റാണ്, പാപമാണ്. അതെല്ലാം 10 കൽപ്പനയിലുള്ളതാണ്. വിഗ്രഹമുണ്ടാക്കുന്നത് തെറ്റല്ല എന്ന് ഒരു ക്രിസ്ത്യാനികളും പഠിപ്പിക്കുന്നില്ല. അന്യദേവന്മാരെ ആരാധിക്കുന്നത് തെറ്റല്ല എന്ന് ആരും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ശബദനുസരിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇവർക്കെല്ലാവർക്കും വൈമുഖ്യമുള്ളത്. ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ 10 കൽപ്പന മൊത്തം നീങ്ങിപ്പോയി എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ന്യായവിധി ദൈവസഭയിൽ നമ്മളിൽ തുടങ്ങുവാൻ സമയമായല്ലോ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? ദൈവത്തിൻ്റെ കൽപ്പന എന്ന മാനദണ്ഡം വെച്ചുകൊണ്ട് ന്യായം വിധിക്കാൻ പോകുന്നു. അതാണ് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സ്റ്റാൻഡേർഡ്. പ്രിയമുള്ളവരെ, അന്ന് നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയേണ്ടതിന് ഇതുവരെയും നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, ആ വചനം അനുസരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അടിയങ്ങളെ ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തുകയാണ്. അങ്ങയുടെ വചനം അടിയങ്ങളെ കേൾപ്പിച്ചല്ലോ. അങ്ങയുടെ വചനം അനുസരിപ്പാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾ ധൈര്യത്തോടെ ആ ന്യായവിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ല ദിവസം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.